everyone, welcome to my channel. This is my first video. കുറച്ച് ജലദോഷം കുറച്ച് നെർവസ് ഒക്കെ ഉണ്ട് എനിക്ക് കാരണം ആദ്യത്തെ വീഡിയോ ആണ് സോ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട് വലിച്ചു നിന്നിട്ടുന്നില്ല കുറച്ച് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ സ്കിൻ കെയറും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൂ കുറേ ചുരുക്കം കാലമായിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ മിക്കവാറും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് എനിക്ക് ഗുഡ് റിസൾട്ട് തന്നുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ് സോ വെൽക്കം ടു റോഡ് സ്റ്റോറീസ് സോ ആദ്യത്തെ ഫേസ് വാഷ് ആണ് രണ്ട് ഫേസ് വാഷ് ഞാൻ കാണിക്കുന്നുണ്ട് ഒന്ന് സിമ്പിളിൻ്റെ റിഫ്രഷിംഗ് ഫേസ് വാഷും രണ്ട് ഡെർമാക്കോലിയാണ് ഇത് നിങ്ങൾ ഒരുപാട് പേർ റിവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഒട്ടും സ്മെല്ലി അല്ല അധികം പതയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് നമുക്ക് വളരെ കുറച്ചെടുത്തിട്ട് നമ്മൾ ജെൽ ടൈപ്പാണ് അതുകൊണ്ട് കുറച്ചെടുത്ത് നമ്മളിത് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കാൻ കഴിയും ഡെയിലി യൂസിന് ഇത് ബെസ്റ്റാണ് ഐ തിങ്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പിമ്പിൾസ് പ്രോബ്ലംസ് ഒരു വിധത്തിൽ എനിക്ക് കുറഞ്ഞു കിട്ടിയത് രണ്ടാമത്തത് ചില സമയത്ത് ഓവറായി ഫുഡ് ആയിട്ടും അല്ലെങ്കിൽ ചില ക്ലൈമറ്റ് ഇഷ്യൂസൊക്കെ കാരണം എനിക്കിങ്ങനെ ക്ലോഗ് ചെയ്തുകൊണ്ട് പിമ്പിൾസ് വരാറുണ്ട് ആ സമയത്ത് ആ റെഡ്നെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡെർമാക്കോൻ്റെ ഈ ഒരു സാലിസിക് ആസിഡും നിയാസിനമൈഡുള്ള ഈ ഫേസ് വാഷ് പക്ഷേ ഇത് ഞാൻ ഡെയിലി യൂസിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം കുറച്ച് ഹാർഷാണ് പക്ഷേ പിമ്പിൾസ് ഉള്ള സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലത് സെക്കൻഡ് വൺ മോയ്സ്ചറൈസർ ആണ് ഞാൻ 1.5 വർഷമായിട്ട് ഈ ഒരു സെയിം സാധനമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒന്ന് ഉപയോഗിച്ച് നോക്കി പക്ഷേ അത് എനിക്ക് അത്ര ഹൈഡ്രേറ്റിംഗ് ആയി തോന്നില്ല അങ്ങനെ ഫൈനലി ഈ ഒരു സാധനം പിന്നെ അതിലോട്ട് തന്നെ വരിക ചെയ്തത് ഇത് എല്ലാവർക്കും അറിയാം സൂപ്പർ അഫോർഡബിൾ ആണ് സൂപ്പർ ലൈറ്റിലാണ് എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആണ് സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഒരു വെള്ളം പോലെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയും ചെയ്യും പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ട് ബട്ട് ഇറ്റ്സ് ഗുഡ് ഇത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അങ്ങനെ ഞാനും സൺസ്ക്രീൻ വാങ്ങി ബ്യൂട്ടി വ്ളോഗേഴ്സും അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ റെക്കമെൻഡേഷനൊക്കെ കണ്ടിട്ട് ഈ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ച് തുടങ്ങി പക്ഷേ ഞാൻ വാങ്ങിയ സൺസ്ക്രീൻ എനിക്ക് ഒട്ടും ചേരാതെയായിരുന്നു അവസാനം എനിക്ക് കിട്ടിയ എനിക്ക് ബെസ്റ്റായി തോന്നിയിട്ടുള്ള എൻ്റെ കോമ്പിനേഷൻ എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഞാൻ കണ്ടുപിടിച്ചു അജിക്കയുടെ റേഡിയൻസ് ഡ്യൂ സൺസ്ക്രീനാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ തന്നെ യെല്ലോ കളറുള്ളതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതാണ് പെർഫെക്റ്റ് ആയി തോന്നിയത് ഇതിപ്പോൾ ഞാനൊരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട് ഒട്ടും സ്റ്റിക്കി അല്ല പിന്നെ ഇങ്ങനെ അബ്സോർബ് ആയി കഴിഞ്ഞ് പിന്നെ വേർക്കുമ്പോൾ ഒലിച്ചിറങ്ങുന്ന പരിപാടിയൊന്നും ഇതിനില്ല എനിക്കിത് പെർഫെക്റ്റ് ആണ് പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതും ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഇത് അങ്ങനെ അബ്സോർബ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തോട്ട് വരും സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് എന്നാലും ഞാൻ പറയുന്നു ഇത് എൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഇത് സ്യൂട്ടാണെന്നില്ല ഇതൊരു സിറാണ് ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല കാരണം സിറൊക്കെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും അവരുടെ പ്രശ്നങ്ങളൊക്കെ അനുസരിച്ചാണ് പക്ഷേ എനിക്ക് മുഖക്കുരു വന്നിട്ട് ഒരുപാട് പാടുകൾ ഇവിടെ എപ്പോഴും ഉണ്ട് ചെറുതായിട്ടൊക്കെ ഇത് കണ്ടോ ഇങ്ങനത്തെ പാടുകളൊക്കെ ഉണ്ട് ഈ പാടുകളൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞൊരു വിറ്റമിൻ സി സിറം ട്രൈ ചെയ്ത് നോക്കുകയെന്ന് എനിക്കറിയാം അങ്ങനെ ഫ്രണ്ട്സ് പറയണമെന്ന് കേട്ട് തോന്നിയതൊന്നും വാങ്ങി മുഖത്ത് തേക്കരുതെന്ന് ബട്ട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ട് അവസാനം ഒരു പ്രൊഡക്റ്റിൽ ഞാൻ വിശ്വസിച്ച് വാങ്ങിയതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു വിറ്റമിൻ സി ഇതെൻ്റെ ഒരു 3ാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ ഈ ഒരു ഡീകൺസ്ട്രക്റ്റ് വിറ്റമിൻ സി ആൻഡ് ഫെറോലിക് ആസിഡ് സിറം ഒരു 3ാമത്തെ ബോട്ടിലാണ് ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ച് കാണിക്കുന്നില്ല കാരണം ഞാൻ കേട്ടിട്ടുള്ളത് വിറ്റമിൻ സി അധികം നമ്മൾ പകൽ വെളിച്ചത്തിൽ ഉപയോഗിക്കരുത് എന്നാണ് ബട്ട് ഞാൻ ജസ്റ്റ് ഡ്രോപ്പായി കാണിച്ചു തരാം ഇങ്ങനെ ഒരു പമ്പായിട്ടാണ് ഇത് വരുന്നത് ഇങ്ങനൊരു വാട്ടർ കൺസിസ്റ്റൻസിയാണ് ഇറ്റ്സ് വെരി നൈസ് ഞാൻ ഉപയോഗിക്കുന്ന അത് ഒരു ഭയങ്കര വാട്ടറി ആയിട്ടുള്ളതാണല്ലേ അത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരിക പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈ വിറ്റമിൻ സി ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനിത് ഒരു കണ്ടിന്യൂസ് ഒരു 3 ആഴ്ച ഉപയോഗിച്ചു ഇത് കണ്ടോ ഇവിടെ ഈ പിമ്പിളിൻ്റെ ഒക്കെ മാർക്സ് ഉണ്ടാവും ഇതെല്ലാം വളരെ ഡാർക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം ഇത് ഉപയോഗിച്ചൊരു 3 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നന്നായി ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നെങ്കിലും അത് 3 അല്ലെങ്കിൽ 4 ഒരാഴ്ച ഉണ്ട് മാറ്റുന്നൊന്നും അതൊന്നും അധികം വിശ്വസിക്കരുത് കാരണം നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കുക
ഇറിറ്റേഷൻ ഒന്നുമില്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് മാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു 3 ആഴ്ചയൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ ഞാൻ ഇപ്പോഴത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല. സോ ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ, ഫോർ മൈ കോമ്പിനേഷൻ സ്കിൻ. സോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു ഹെയർ കെയർ പ്രൊഡക്ട്സ് ആയല്ലോ. ബേസിക്കലി ജനറ്റിക്കലി എനിക്ക് ഹെയർ വളരെ കുറവുള്ള ആളാണ്. എൻ്റെ ജനറ്റിക്കലി ഫാമിലി ബേസ്ഡ് ആയിട്ട് എനിക്ക് വളരെ തിൻ ഹെയർ ഉള്ള ഒരാളാണ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉള്ള മുടി തന്നെ നന്നായി കൊഴിയുന്നൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ 2 പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത്. ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ, ഇത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ തരംഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. അപ്പോൾ ഇതൊരു എൻ്റെ ഒരു 5ാമത്തെ ബോട്ടിലാണ് കേട്ടോ. കാരണം ഇത് ഉപയോഗിച്ചിട്ട് മുടി ഇങ്ങനെ തിക്കായി വരിക അല്ലെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് വരുന്ന ഒരവസ്ഥ അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വെള്ളത്തിൽ മുടി കൊഴിയുന്ന അവസ്ഥയുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മുടി അല്പം ഒന്ന് കൊഴിച്ചിലൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഇതെന്നെ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഷാമ്പു ആണ്. ഞാൻ വല്ലപ്പോഴും ഷാമ്പു ഉപയോഗിച്ച് തല കഴുകാറുള്ളൂ. കാരണം അതിൻ്റെ ഭയങ്കര ഒരു സ്മൂത്ത് ഹെയർ ആണ്. അതുകൊണ്ട് ഭയങ്കര തിന്നുമാണ്, സ്മൂത്തുമാണ്. അതുകൊണ്ട് ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലോണം പറന്ന് നടക്കുന്ന ഒരു മുടിയും മാറും. ഷാമ്പു ഏത് വാങ്ങണം എന്ന് കുറേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് 2 പ്രൊഡക്ട്സിന് ഒരുപാട് റിവ്യൂ ഉണ്ട്. ലോറിയലിൻ്റെ ഒരു പർപ്പിൾ കളറുള്ള ഒരു ഷാമ്പു ആയിരുന്നു. അതിൻ്റെ ചെറിയ ബോട്ടിൽ ഞാൻ 2 ഷാമ്പുവാണ് ഓർഡർ ചെയ്തത്. 2ഉം ചെറിയ ബോട്ടിലാണ്. കാരണം ഏതാണ് വർക്ക് ആവുക എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോറിയലിൻ്റെ ഞാൻ പർപ്പിൾ കളറുള്ള ഒരു ഷാമ്പു ഓർഡർ ചെയ്തു. അത് വാങ്ങി ഒരു ഒറ്റ യൂസ് തന്നെ എനിക്ക് മതിയായി. കാരണം ഒരുപാട് പേർക്ക് അത് വർക്കായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ടോട്ടലി വേസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കത് ഒട്ടും പറ്റില്ല. എനിക്ക് തോന്നുന്നു അത് ഒന്നുകൂടി ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ട് ഹെയർ ഉള്ളവർക്കൊക്കെ കാര്യം ബെസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ 2ാമത് ഞാൻ കൂടെ വാങ്ങിയ സാധനമായിരുന്നു പ്ലമ്മിൻ്റെ ഈ ഒരു സാധനം. പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്ക് പെപ്റ്റൈഡ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാമ്പു. ഇതൊരു കോക്കനട്ടിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. നല്ലൊരു കോക്കനട്ട് ക്രീമൊക്കെ ഉണ്ട് സ്മെല്ലാണ്. ബട്ട് ഇത് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇത് അത്ര ഹാർഷല്ല. ഇത് എൻ്റെ മുടിക്ക് ഓക്കെയാണ്. അതായത് വല്ലപ്പോഴും തല ഷാമ്പൂ കഴുകുന്ന എനിക്ക് ഇത് പെർഫെക്റ്റ് ആണ്. ഐ തിങ്ക് നിങ്ങൾ എന്നെ പോലെ തന്നെ അത്ര ഓയിലി അല്ലാത്ത മുടിയാണെങ്കിൽ ഈ ഒരു ഷാമ്പൂ ഓക്കെ ആയിരിക്കും. എന്നാൽ നല്ല ഓയിലി ഉള്ളവർക്ക് ലോറിയലിൻ്റെ ഷാമ്പൂ ഓക്കെ ആയിരിക്കും. അത് എൻ്റെ കയ്യിൽ അത് ലിപ് ബാമാണ്. കഴിഞ്ഞ വീണ്ടും മാസങ്ങളെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 മാസമായിട്ട് ഞാൻ ഈ ഒരു സെയിം ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാതെ ലിപ്സ്റ്റിക് കിട്ടിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക് വാങ്ങി കിട്ടുന്ന ലിപ്സ്റ്റിക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ലിപ്സ്റ്റിക് എല്ലാം ഉപയോഗിച്ച് എൻ്റെ ലിപ്സ് നല്ല പണിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായി മാറി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലിപ് ബാം ഇടാതെ ലിപ്സ്റ്റിക് ഇടുന്ന മക്കളെന്ന്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാൻ യൂട്യൂബ് നോക്കി തപ്പി കണ്ടുപിടിച്ച ലിപ്സ്റ്റിക്കാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപയോഗിച്ച്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ പർച്ചേസാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നതൊക്കെ നന്നായി കുറയാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേറൊരു പ്രൊഡക്റ്റിലോട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പുതിയ പ്രൊഡക്ട്സ് ഇങ്ങനെ ട്രൈ നോക്കാൻ അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ. ബട്ട് ദിസ് ഈസ് ഗുഡ്. ഇതൊട്ടും ഇതിൻ്റെ തന്നെ കളറുള്ള ഒരു ടൈപ്പ് ഉണ്ട്, പക്ഷേ ഇതിന് കളറൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഒട്ടും ടിൻ്റൊന്നും ഇല്ലാത്തതാണ്. ഇതൊന്നും കാണുന്നില്ല. ഒട്ടും ടിൻ്റൊന്നും ഇല്ലാത്ത ഒരു ലിപ് ബാമാണ്. സോ ഇത് നിങ്ങൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? എന്നാൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, ഫൗണ്ടേഷൻ ഞാൻ പണ്ടൊരിക്കൽ ഉപയോഗിച്ചു ഒരാളുടെ കല്യാണത്തിന്. അന്ന് എല്ലാവരും എന്നെ നോക്കി പറഞ്ഞു നന്നായി പൊട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അവർ പറഞ്ഞതിൽ സത്യമുണ്ട്. കാരണം എനിക്ക് ഫൗണ്ടേഷൻ നേരെ ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലത്തേക്ക് പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പോൾ അടുത്തല്ല ഒരു 4-5 മാസം മുന്നേ ഒരു ബ്ലോഗറുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് മാൾസിൻ്റെ BB ക്രീം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാൾസിൻ്റെ BB ക്രീം ഇതാണ് പാക്കേജിങ്, ഇങ്ങനെ വരിക. ഇത് സ്കിൻ പെർഫെക്ഷൻ കളർ കറക്റ്റിംഗ് എന്നാണ്. ഇത് BB ക്രീമാണ്, ഫൗണ്ടേഷൻ അല്ല. എനിക്ക് ഫൗണ്ടേഷന് കൺസീലർ ഇത് രണ്ടും ഉപയോഗിക്കാൻ അറിഞ്ഞൂടെ. അത് എത്രത്തോളം നമ്മൾ കൊടുക്കണം, അതുപോലെ ഏത് കളർ ചൂസ് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ 05 ബിസ്ക്കറ്റ് ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഞാൻ പറയുന്നു ഫൗണ്ടേഷനും അല്ല കൺസീലറും അല്ല. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ട്രൈ ആവുന്ന ഒരു സാധനമാണ്.
എൻ്റെ സ്കിന്നിൻ്റെ സെയിം കളറാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു കവറേജ് മാത്രമാണ്. ഇത് നമ്മളിങ്ങനെ ഫെയർ ആക്കുക അതൊന്നുമല്ല ഉദ്ദേശം. ഞാൻ ഇത് ജസ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ ചെറിയ പിമ്പിൾസിൻ്റെ ഒക്കെ ചെറിയ മാർക്സുകൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ലൈക്ക് എ കൺസീലർ. അപ്പോൾ ഫൗണ്ടേഷനും കൺസീലറൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. നെക്സ്റ്റ് വൺ ബ്ലഷാണ്. ഞാൻ ബ്ലഷ് ഫാനേ അല്ല, കാരണം എനിക്ക് ബ്ലഷ് ഉപയോഗിക്കാൻ അറിയില്ല, കാരണം പഠിച്ചിരുന്നേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന എനിക്ക് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്തൊരു ചെറിയ ബ്ലഷാണിത്. ഇത് ഇൻസൈറ്റിൻ്റെ 99 റുപ്പീസ് എങ്ങാനേ ഉള്ളൂ ഇതിന്. സൂപ്പർ ഗുഡ്. ഇത് റാസ്ബെറി ഗെലേറ്റോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് 02. സോ ബ്ലഷ് താല്പര്യമുള്ളവർക്ക് ട്രൈ ആവുന്ന ഒരു സാധനമാണിത്. ആൻഡ് നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ തന്നെ 2-3 ഷെയ്ഡ് വേറെ ഉണ്ട്. അതുപോലെ BB ക്രീമും അതുപോലെ ഈ ബ്ലഷൊന്നും സ്ഥിരമായി ഉപയോഗിക്കില്ല, വല്ല പാർട്ടി അങ്ങനത്തെ സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട്. ദെയർ ചോയ്സ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരിക. ഒരു റെഡിഷ്, നമ്മളാരും അടിച്ച പോലെ തോന്നും അതേ കളറാണില്ല. ഞാൻ മുഖത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ ടോട്ടലി ഒക്കേഷണലി മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഫൈനലി ഒരൊറ്റ പ്രൊഡക്റ്റും കൂടെ, അത് ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എന്നും മിക്കവാറും ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കാണ് എൻവൈബയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 06 ആണ്, സ്പൈസി റസ്റ്റ്. ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം, സ്പൈസി റസ്റ്റ്. ഈ ഷെയ്ഡാണ്. ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു ചെറിയ ഓറഞ്ച് ടിൻറ്റ് വരുന്ന റെഡ് കളറായിട്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ബേൺ ആയിട്ട് വരും. സോ എനിക്കിത് പെർഫെക്റ്റ് ആണ്. എൻ്റെ സ്കിൻ കളറുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല, ഇറ്റ്സ് യുവർ ചോയ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. പോകെ ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സപ്പോർട്ട്, അതർവൈസ് വി ടേക്ക് ഇറ്റ്. ഓക്കെ, ബൈ.